ശ്രീ ബി എൻ ഹസ്കർ, ഈ നമ്മൾക്കിപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ പറയുന്ന സജേഷുമായി വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞതനുസരിച്ച് സജേഷ് ഈ 1.5 മാസം മുമ്പുള്ള സ്വർണ്ണപ്പൊട്ടികൾ പ്രശ്നത്തിൽ മാത്രം പെടുന്ന ഒരാളല്ല, അതുവരെയും പാർട്ടിക്ക് ഉത്തമ വിശ്വാസമുണ്ടായിരുന്ന ഒരാളല്ല. മണ്ണ് മാഫിയയുമായി ബന്ധമുള്ള, കൊട്ടേഷൻ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായി നിരന്തരം ബന്ധമുള്ള, ഒരു പണിയും എടുക്കാതെ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളോട് വളരെ വ്യക്തിബന്ധം പുലർത്തുന്ന എന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം പാർട്ടിക്കുണ്ടാകുന്ന ബോധോദയമല്ല, നാട്ടുകാരറിഞ്ഞു, പാർട്ടിക്കാരറിഞ്ഞു, പോലീസിന് പിടിച്ചു കൊടുത്തപ്പോൾ ഗത്യന്തരമില്ലാതെ, നിർവാഹമില്ലാതെ അങ്ങനെ ഈ പുഴുക്കുത്ത് നുള്ളിക്കളയുകയായിരുന്നോ? മധു, ലോകത്താകമാനമുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ തുടർച്ച മാത്രമാണ് കേരളത്തിൽ നടക്കുന്നത്. എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുക എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമായി കാണാൻ കഴിയുക മുൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ പിടിച്ചുകൊണ്ട് അവരെ ചുമലിലേറ്റി അവർ പറയുന്നത് പ്രചരിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏതോ വലിയ കാടത്തം നടക്കുന്നു എന്ന് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ തുടർച്ചയാണ്. റഷീദ് പറഞ്ഞു വെച്ചെടുത്ത് റഷീദ് മനു തോമസിനൊപ്പം ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. റഷീദിന് അനുഭവങ്ങൾ വ്യത്യസ്തമായിരുന്നു. സ്വാഭാവികമായും പാർട്ടിയിൽ നിന്ന് വിട്ട് പാർട്ടി ഇപ്പോഴും തള്ളി പറയുന്നില്ല, പക്ഷേ പാർട്ടിയിലെ ചില ആളുകളെ തള്ളി പറയുന്നു. ചില ആളുകൾ, ഞാനും തുറന്ന് സമ്മതിക്കാം, പാർട്ടിക്കുള്ളിൽ ചില ആളുകൾക്ക് റിവിഷനിസ്റ്റ് സ്വഭാവമുള്ളതും വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുതകളെ തിരുത്തുക എന്നുള്ളതാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നടപടി. അത് തിരുത്തും. പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി PB അംഗങ്ങൾ വരെ തിരുത്തിയേ മതിയാകൂ. ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ മുഴുവൻ ആളുകളും തിരുത്തിയേ മതിയാകൂ. സ്വാഭാവികമായും അവരുടെ ജീവിതശൈലി, അവർ ഇന്നലെ വരെ കരുതി വെച്ചിരുന്നതോ ഇരുന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഒക്കെ തന്നെ പോയി എന്നുള്ളത് ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ തോന്നലുകളെ മാറ്റുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അവരുടെ പാർട്ടിക്കാരും ഒക്കെ പറയുന്നത് കേട്ടാൽ തോന്നും പാർട്ടിയിൽ നിന്ന് പുറത്തു വരാതെ പാർട്ടിയുടെ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇപ്പോഴും പാർട്ടിയെ കുറിച്ച് വരുന്ന വിമർശനങ്ങൾക്കൊക്കെ കൃത്യമായി മറുപടി പറഞ്ഞു പോകുന്നു എന്ന്. ഇന്ന് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ഇങ്ങനെ ജില്ലാ കമ്മിറ്റികളൊക്കെ വലിയ വിമർശനമാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ നിങ്ങളുണ്ടോ? അടച്ചിട്ട മുറികളിൽ നിന്ന് വരുന്ന നടക്കുന്ന സംഭവങ്ങളെ പറ്റി നിങ്ങൾ വേറൊരു മുറിയിൽ നിന്ന് കഥ ചമയ്ക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഒരു വിമർശനവും ഒരു കമ്മിറ്റിയിലും ഉണ്ടായിട്ടില്ല. തോൽവി മറ്റെന്തോ തരംഗം കൊണ്ടുണ്ടായതാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് പാർട്ടിയും ഇപ്പോൾ നടക്കുന്നതെങ്കിൽ സംസ്ഥാന സെക്രട്ടറി തിരുത്തും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. ഇനി പോകട്ടെ, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞല്ലോ ഇത് ചെങ്കൊടിക്ക് അപമാനം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന്. അതും മാധ്യമപ്രവർത്തകർ ഗണ്ണിച്ചെടുത്ത് പറഞ്ഞതായിരിക്കും അല്ലെ? അതിനോടൊരു പ്രതികരണം ഉണ്ടാകാതെ പോകുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് ഈ പുറത്തു വന്നവർ പറയുന്നതിനെ ഞങ്ങളങ്ങ് കണ്ണടച്ച് അവിശ്വസിക്കേണ്ടത്. നല്ലതാണ്.